ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ അഥവാ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂൾസിലെ തന്മാത്രകളിലെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്താം. ഹൗ ടു ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് present in a molecule. Okay, അപ്പോൾ ഇതാ നമുക്ക് ഇവിടെ കുറച്ച് സബ്സ്റ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, അതുപോലെ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്ന് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് O2, അതുപോലെ 2N2, 6Cl2, 2He, 5Na, O3P4 ഇത്രയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ ഇത് കണ്ടെത്താനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ട്രിക്ക് ഉണ്ട്, ഒരു സിമ്പിൾ ട്രിക്കാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസുകളും ഒരു ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത്? X, E, Z ഈ ഒരു രൂപത്തിലാണല്ലേ ഇരിക്കുന്നത് അല്ലേ. ഇതാ ഇവിടെ സൈഡിൽ ഒരു നമ്പർ ഉണ്ട്, പിന്നെ നമ്മുടെ എലമെന്റ് ഉണ്ട്, അതിന് താഴെയും ഒരു നമ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സൈഡിലുള്ള ആളിനെ നമുക്ക് X എന്ന് വിളിക്കാം, താഴെയുള്ള ആളിനെ നമുക്ക് Z എന്ന് വിളിക്കാം, ആൻഡ് നമ്മുടെ എലമെന്റ് E ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിലാണല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോരുത്തരും ആരാണെന്ന് അറിയോ? ഈ സൈഡിലുള്ള നമ്പർ അഥവാ X എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. അതെ, തന്മാത്രകളുടെ എണ്ണമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും, അഥവാ തന്മാത്രകളുടെ എണ്ണം. ഓക്കെ, അപ്പൊ ഇനി E എന്തായിരിക്കും? E നമുക്കറിയാലേ, E എന്താണ്? നമ്മുടെ എലമെന്റ് ഏതാണ്? ഓക്സിജൻ ആണോ, നൈട്രജൻ ആണോ? അങ്ങനെയാണ് E സൂചിപ്പിക്കുന്നത്. അപ്പൊ E എന്ന് പറയുന്നത് എലമെന്റിനെയാണ്. ഹൈഡ്രജൻ ആണോ, നൈട്രജൻ ആണോ, ഓക്സിജൻ ആണോ, അങ്ങനെ ഏത് എലമെന്റ് ആണെന്നാണ് ഈ സൂചിപ്പിക്കുന്നത്. ആൻഡ് താഴെ ഒരു നമ്പർ ഉണ്ടല്ലേ. ഓക്കെ, ഇനി എക്സും സെഡും കൂടെ ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത്, മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ആറ്റങ്ങളുടെ എണ്ണം കേട്ടോ. അപ്പോൾ എക്സും സെഡും കൂടെ നമ്മൾ ഇങ്ങനെ ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആറ്റങ്ങളുടെ എണ്ണമായിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും. നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണമായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് കണ്ടെത്താമല്ലോ. നമ്മുടെ സൈഡിലുള്ള നമ്പർ എന്തായിരിക്കും? തന്മാത്രകളുടെ എണ്ണമായിരിക്കും. എക്സും സെഡും കൂടെ ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത്, സൈഡിലുള്ള നമ്പറും താഴത്തെ നമ്പറും കൂടെ ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആറ്റങ്ങളുടെ എണ്ണമായിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ ഇത് നോക്കിക്കേ, ഫസ്റ്റ് വൺ നമുക്ക് തന്നിട്ടുള്ളത് O2 ആണല്ലേ. O2 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവന്റെ സൈഡിൽ എന്തില്ല? പ്രത്യേകിച്ച് നമ്പറുകൾ ഒന്നും തന്നെ നമുക്ക് കാണാനില്ല അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് നമ്പറുകൾ ഒന്നും കാണാനില്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? നമുക്കവിടെ 1 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 1 എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? സൈഡിലുള്ള നമ്പർ അല്ലേ, സൈഡിൽ 1 ആണ്. അപ്പോൾ ഇവിടെ ഒറ്റ മോളിക്യൂൾ ആണ് ഉള്ളത്. ഇനി എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? നമ്മൾ സൈഡിലുള്ള നമ്പർ എക്സിനെയും താഴെയുള്ള സെഡിനെയും എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. എക്സ് സെഡ് ആണ് നമ്മുടെ ആറ്റങ്ങളുടെ എണ്ണം. അപ്പോൾ 1 × 2 ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 2. ഇനി ഇവിടെ നോക്കിയാൽ സൈഡിലുള്ള നമ്പർ 2 ആണ്. അപ്പോൾ മോളിക്യൂളിന്റെ എണ്ണം 2 ആണ്. ആൻഡ് ആറ്റങ്ങളുടെ എണ്ണം 2 × 2, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി. 2 × 2 4 ആണ്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, സൈഡിൽ നമുക്ക് 6 ആണല്ലേ. അപ്പോൾ 6 ആകുമ്പോൾ 6 ആണ് നമ്മുടെ മോളിക്യൂൾസിന്റെ എണ്ണം. ആൻഡ് ആറ്റങ്ങളുടെ എണ്ണം 6 × 2 12 ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതാ ഇവിടെ സൈഡിൽ 2 ആണ്, താഴെ പ്രത്യേകിച്ച് നമ്പർ ഒന്നും തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമ്പർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ എന്തിട്ട് കൊടുക്കാം? 1 എന്ന് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 1 എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സൈഡിലുള്ള നമ്പർ 2 ആണ്, അതാണ് നമ്മുടെ മോളിക്യൂൾസിന്റെ എണ്ണം. ആൻഡ് ആറ്റങ്ങളുടെ എണ്ണം ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തു. 2 × 1 2. ഓക്കെ, അപ്പോൾ സിമിലർലി നമുക്ക് ഇതൊക്കെ ചെയ്യാം. സൈഡിൽ 5 ആണ്. ഓക്കെ, താഴത്ത് പ്രത്യേകിച്ച് നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ 1 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 5 × 1 5 ആണ് നമ്മുടെ ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ, ഇനി O3 ഉണ്ട്. O3യിൽ സൈഡിൽ എന്തില്ല? നമ്പർ ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ 1 എന്നിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? സൈഡിലുള്ള നമ്പർ ആണ് മോളിക്യൂൾസിന്റെ എണ്ണം. അപ്പോൾ 1 മോളിക്യൂൾ ഉണ്ട്. രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 3 × 1
3 ആണ് നമ്മുടെ ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ, ഇനി P4 ആണ് ഉള്ളത്. സൈഡിൽ നമ്പർ ഇല്ല, അപ്പോൾ നമ്മളവിടെ 1 എന്നിട്ട് കൊടുത്തു. നമ്മുടെ മോളിക്യൂൾസിൻ്റെ എണ്ണം 1 ആണ്. ആറ്റങ്ങളുടെ എണ്ണം 4 × 1 4 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ആറ്റങ്ങളുടെ എണ്ണവും മോളിക്യൂൾസിൻ്റെ എണ്ണവും കണ്ടെത്താം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. നോക്കിക്കേ, determine the total number of atoms present in the molecules given below. ഇവിടെ നമുക്ക് കുറച്ച് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ 7NH3 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 7NH3 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 മോളിക്യൂൾസ് ഉണ്ട് NH3യുടെ അല്ലേ. അതായത് നമ്മുടെ NH3 അമോണിയാണ്. അമോണിയയുടെ 7 തന്മാത്രകളുണ്ട്. ഓക്കെ, അതിൽ ഇനി എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ NH3 എന്ന് പറയുമ്പോൾ അതിൽ നൈട്രജൻ്റെ ആറ്റങ്ങളും ഉണ്ട്, ഹൈഡ്രജൻ്റെ ആറ്റങ്ങളും ഉണ്ട്. അപ്പം നൈട്രജൻ്റെ എത്ര ആറ്റം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നൈട്രജൻ്റെ എത്ര ആറ്റങ്ങളുണ്ട്? അതിനു വേണ്ടി ഒരു ട്രിക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൈട്രജൻ്റെ താഴെ എന്തില്ല? നമ്പർ ഒന്നും ഇല്ല അല്ലേ. ഹൈഡ്രജൻ്റെ താഴെ 3 ഉണ്ട്, നൈട്രജൻ്റെ താഴെ പ്രത്യേകിച്ച് ആരും ഇല്ല. അപ്പോൾ ആരും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ആരെന്നിടാം? 1 എന്നിട്ട് കൊടുക്കുക. ആരും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ 1 എന്നിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈസി ആയിട്ട് കാണാം അല്ലേ. നൈട്രജൻ്റെ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെയാണ് നമ്മൾ കാണുക? ഇൻറ്റു ചെയ്യും അല്ലേ. സൈഡിലുള്ള നമ്പറും താഴത്തെ നമ്പറും കൂടെ നമ്മളൊന്ന് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 7 × 1 7 × 1 7. ഇനി ഹൈഡ്രജൻ്റെ ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് നോക്കാം. ഹൈഡ്രജൻ്റെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? സൈഡിലുള്ള നമ്പർ 7 ഇൻറ്റു താഴത്തെ നമ്പർ 3. അപ്പോൾ 7 × 3 21. ഓക്കെ, അപ്പോൾ 21ഉം 7ഉം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇനി കാണാൻ നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ടോട്ടൽ ആറ്റംസ് 7 + 21 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 28 ആറ്റംസ്. 28 ആറ്റംസ്. ഈസി ആണല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് 5H2O നോക്കാം. ഇവിടെ 5 മോളിക്യൂൾസ് ആണ് നമുക്ക് H2O തന്നിട്ടുള്ളത്. വാട്ടറിൻ്റെ 5 തന്മാത്രകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് നമുക്ക് ആദ്യം നോക്കാം. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എത്രയാണ്? 5 × 2 5 × 2 10. ഇനി ഓക്സിജൻ്റെ നോക്കാം. ഓക്സിജൻ്റെ താഴത്ത് നമ്പർ ഇല്ല, അപ്പോൾ നമുക്ക് താഴത്ത് 1 എന്നിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 5 × 1 5. അപ്പോൾ ഓക്സിജൻ്റെ ആറ്റംസ് 5 × 1 5 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ് മക്കളെ? 10 + 5 ചെയ്താൽ മതി അല്ലേ. ടോട്ടൽ 10 + 5 ആണ്. അപ്പം നമുക്ക് കിട്ടി 15. അപ്പോൾ ടോട്ടൽ 15 ആറ്റംസ് ഉണ്ട്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നോക്കിക്കേ, ഇതാ 3NaCl ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 തന്മാത്രകളാണ് NaClൻ്റെ ഉള്ളത്. അപ്പോൾ ഇതിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൽ സോഡിയത്തിൻ്റെ ആറ്റംസ് എത്രയുണ്ട്? ഇവിടെ സോഡിയത്തിൻ്റെ ചോട്ടിൽ നമ്പർ ഇല്ല, അപ്പോൾ നമ്മൾ 1 എന്നിട്ട് കൊടുത്തു. Clന് നമ്മൾ 1 എന്ന് താഴത്തിട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ 3 × 1 3 ആൻഡ് ക്ലോറിന് 3 × 1 3. അപ്പോൾ ടോട്ടൽ 3 + 3 6 ആറ്റംസ്. 6 ആറ്റംസ്. ഓക്കെ, അതുപോലെ ZnCl2 നോക്കാം. Znന്റെ സൈഡിലും നമ്പർ ഇല്ല, താഴത്തും നമ്പർ ഇല്ല അല്ലേ. സൈഡിലും നമ്പർ ഇല്ല, താഴത്തും ഇല്ല. അപ്പോൾ നമുക്കിവിടെ 1 എന്നിട്ട് കൊടുക്കാം, താഴത്തും 1 എന്നിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ Zn സിങ്കിന്റെ എത്ര ആറ്റംസ് ഉണ്ട്? 1 × 1 1 ആറ്റം. ക്ലോറിന്റെ എത്ര ആറ്റംസ് ഉണ്ട്? 1 × 2 2 ആറ്റംസ്. ടോട്ടൽ 2 + 1 3 ആറ്റംസ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഇതാ അടുത്തത് നോക്കിക്കേ. CO2 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ CO2 എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, അതിൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ആറ്റങ്ങളാണ് ഉള്ളതല്ലേ. അപ്പോൾ കാർബണിൻ്റെ എത്ര ആറ്റങ്ങളുണ്ട്? ഇവിടെ സൈഡിൽ നമ്പർ ഇല്ല, അപ്പോൾ 1 എന്നിടാം. താഴത്തും നമുക്ക് എന്തിട്ട് കൊടുക്കാം? 1 എന്നിട്ട് കൊടുക്കാം. അപ്പോൾ നമ്പർ ഇല്ലെങ്കിൽ നമ്മളവിടെ 1 എന്നിടണമെന്ന് ആലോചിക്കുക. അപ്പോൾ 1 × 1 1 ആറ്റം. ഓക്സിജൻ്റെ 1 × 2 2 ആറ്റം. ടോട്ടൽ 3 ആറ്റംസ്. ഓക്കെ, ടോട്ടൽ 3 ആറ്റംസ്.
അപ്പോൾ അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് 2C12 H22O11 ആണല്ലേ. അപ്പോൾ ഇതിൽ എത്ര കാർബണിന്റെ ആറ്റംസ് ഉണ്ട്? 2 × 12 അല്ലേ. 2 × 12 24. അപ്പോൾ 24 ആറ്റംസ് ആണ് കാർബണിന്റെ ഉള്ളത്. ഹൈഡ്രജന്റെ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. 2 × 22 2 × 22 44 ആറ്റംസ് ഉണ്ട്. ആൻഡ് ഓക്സിജന്റെ എത്ര ആറ്റംസ് ഉണ്ട്? 2 × 11 അല്ലേ. ഓക്സിജന്റെ 2 × 11 22 ആറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, ടോട്ടൽ 90 ആറ്റംസ് ഉണ്ട് അല്ലെ. ടോട്ടൽ 90 ആറ്റങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് മോളിക്യൂൾസിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്ക് വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.